തിരുവനന്തപുരം കഴക്കൂട്ടത്തെ യുവതിയുടെ മരണത്തിൽ ദുരൂഹതയെന്ന് കുടുംബം. ഭർത്തൃവീട്ടിലെ മാനസിക ശാരീരിക പീഡനമാണ് മകളുടെ മരണത്തിന് പിന്നിലെന്ന്, മരിക്കുന്നതിന് തലേ ദിവസവും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പിതാവ് ബഷീർ ആരോപിക്കുന്നു. ഇന്നലെയാണ് കഴക്കൂട്ടം സ്വദേശി സുധീനയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കഴുത്തിൽ മുറിവേറ്റ നിലയിലാണ് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചത്. മരണത്തിനു പിന്നിൽ ഗാർഹിക പീഡനമെന്നും മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും പിതാവ് ബഷീർ. 25,000 ഉരുപ്പടി കൊടുത്തു, 5 ലക്ഷം രൂപയും കൊടുത്തു, 6 സെൻറ്റ് സ്ഥലം അവിടെ വാങ്ങിച്ചു കൊടുത്തു. അത് അവരിപ്പം വിറ്റു. അത് എന്നെ ഭയങ്കര ഉപദ്രവവും ഭയങ്കര തെറി വിളിച്ചും ഭയങ്കര അത് ഉപദ്രവങ്ങളും പള്ളുവിളിയും ചീത്ത വിളിയൊക്കെ ആണെന്ന് അങ്ങനെ പോയി. അപ്പം ഞാൻ വിളിച്ച് ഇവിടെ കൊണ്ട് നിർത്തിയിരുന്നു എൻ്റെ മോളെ. 5-6 ദിവസം ഇവിടെ നിന്ന് 12:30-ക്കാണ് അവരെ കൊണ്ട് ചെന്നത്. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞ് 11 മണിക്ക് മരിച്ചതാണ്. നിങ്ങളിവിടെ കൊണ്ടുവന്ന് 12:30 മണിയായില്ലേ, ഇത്ര നേരം വരെ. അവരെ വീട്ടിൽ നിന്ന് ഈ എല്ലാവരും ആശുപത്രിയിൽ പോയി ഒരു 10 മിനിറ്റ് മതി. എൻ്റെ മോൾ യാതൊരു കാരണവശാലും ഈ ആത്മഹത്യ ചെയ്യില്ല. അവൾ തൂങ്ങി മരിക്കുകയില്ല, അവൾ ഒരു ആത്മഹത്യയും ചെയ്യില്ല. പലതവണ ഭർത്താവിന്റെ അതിക്രമങ്ങൾ മകൾ ഫോണിൽ വിളിച്ച് കേൾപ്പിക്കുമായിരുന്നു. കുടുംബ പ്രശ്നങ്ങൾ മൂലം പലപ്പോഴും യുവതിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ഗുരുതരാവസ്ഥയിലായിട്ടും 1.5 മണിക്കൂർ കഴിഞ്ഞാണ് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചത്. വീട്ടുകാരോട് തലകറങ്ങി വീണെന്ന് കള്ളം പറഞ്ഞെന്നും പിതാവ് പറയുന്നു. ഭർത്താവിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് യുവതിയുടെ കുടുംബം പൂന്തുറ പോലീസിൽ പരാതി നൽകി. 24 തിരുവനന്തപുരം.